ഈ കേസ് ഇങ്ങനെ തളർന്നു പോയത്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഇതിൽ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് കേരളത്തിൽ ഇത് വെച്ചിട്ട് ഒരു രാഷ്ട്രീയക്കാരുടെ ഓപ്പോസിറ്റ് പിടിച്ചേനെ. പക്ഷേ ജ്വല്ലറിക്കാർ, സ്മഗ്ലേഴ്സ് ശക്തമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ എന്നോട് പറഞ്ഞു കേരളത്തിലെ ഒരു പ്രമുഖ ജ്വല്ലറിയുടെ ഉടമസ്ഥനാണ് ഇതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കണേ. അതായത് കലാഭവൻ ഷോബി പറഞ്ഞ് കള്ളമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല, പിന്നിലെ രഹസ്യം. അല്ല, ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ഒന്നല്ലെങ്കിൽ അവർക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ഇൻവോൾവ് ഉണ്ടാവും, ഈ കേസുകളൊക്കെ ആയിട്ട് എന്തെങ്കിലും അവരുടെ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഈ ആക്സിഡന്റിലെ കാര്യത്തിലല്ല, പറഞ്ഞ് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതല്ലെങ്കിൽ അവരാരെങ്കിലും പേടിക്കുന്നുണ്ടാവും. അതിനുശേഷം ഇവരെ കാണാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ വീടിൻ്റെ 4 സൈഡും ക്യാമറ, പുതിയ ക്യാമറ വലുത് പിടിപ്പിച്ചിരിക്കണം. അതിൻ്റെ ഫുട്ടേജ് കാണാനുള്ള സാധനം ഇരിക്കണം. ബെൽറ്റ് ഇട്ടു, ലക്ഷ്മിക്ക് നിസ്സാര പരിക്ക്. സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഇപ്പറേ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന അർജുന് കൂടുതൽ പരിക്കില്ല, കൂടുതൽ പരിക്ക്, ഭീമമായ പരിക്കില്ല. ബാക്കി കിടന്ന ഉറങ്ങിയ ബാലഭാഗത്തുള്ളവർക്കാണ് കിട്ടിയത്. അത് എങ്ങനെ വ്യക്തത വേണമെന്ന് പറഞ്ഞു. അപ്പൊ അനുഭവങ്ങൾ, CBI ഓഫീസുമായിട്ടുള്ള അനുഭവങ്ങൾ എന്നെ ഓർമ്മിക്കുന്ന ഈ നന്ദകുമാരൻ നായർ, അനന്തകൃഷ്ണനെയാണ്. ഈ കവിയൂർ കേസിൽ ഇവരാണ് അന്വേഷണം നടത്തിയിരുന്നത്. കവിയൂർ കേസിൽ അച്ഛൻ നാരായണ നമ്പൂരി മകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു കഥ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇവര്. അത് കോടതിയിൽ പൊളിക്കാൻ പോയ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഈ കഥയൊക്കെ അവർ ആ കേസ് നടക്കുന്ന സമയത്ത് ഏതൊക്കെ ആൾക്കാർ പറയണ്ടായി. ഈ കവിയൂർ കേസൊക്കെ കവിയൂർ കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് അതാക്കാൻ ഞാൻ അതിന്റെ ആരുമല്ല. എനിക്കിതേപോലെ താങ്കളെ പോലെ ഞാൻ അതിൽ എൻ്റർ ചെയ്യുന്നു. ഞാൻ ആ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾ, ആ 6 അംഗ കുടുംബത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് CBI എന്ന് പറയുന്നത് ഇത്രയധികം കാട്ടുകള്ളന്മാർ വേറെ ആരുമില്ല. ഇതേ സംഘമാണ് പിന്നെ നന്ദകുമാരനായുടെ നേതൃത്വത്തിൽ വന്ന് അന്വേഷിച്ചത്. അവസാനം അനന്തകൃഷ്ണൻ വരുന്നു, DYSP ആയിട്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ നന്ദകുമാരനായരുടെ കീഴിൽ എഴുതി കൊടുത്ത സാധനമാണ് അവിടെ ഇതാക്കിയത്. ഇവര് അവിടെ CPM നേതാക്കന്മാരുടെ ഒക്കെ കച്ചവടാക്കി ആ സംഭവം തീർത്തു. അച്ഛൻ ആരും ചോദിക്കാനില്ല. ഈ 6 അംഗ കുടുംബം മണ്ണടിഞ്ഞു പോയില്ലേ, ഞാൻ മാത്രമാണ് അതിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേ അനുഭവമാണ് താങ്കളും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ താങ്കളെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇതിലെന്ന് പറഞ്ഞാലേ എൻ്റെ കേസിൻ്റെ അകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. കാരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇത്രയും വർഷമായില്ല, നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇങ്ങനെ തളർന്നു പോയത്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഇതിൽ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് കേരളത്തിൽ ഇത് വെച്ചിട്ട് ഒരു രാഷ്ട്രീയക്കാരുടെ ഓപ്പോസിറ്റ് പിടിച്ചേനെ. പക്ഷേ ജ്വല്ലറിക്കാർ, സ്മഗ്ലേഴ്സ് ശക്തമായിട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ എന്നോട് പറഞ്ഞു കേരളത്തിലൊരു പ്രമുഖ ജ്വല്ലറിയുടെ ഉടമസ്ഥനാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് കൊലപാതകമായിട്ടൊന്നും ബന്ധമില്ല, അങ്ങനെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുമല്ല. പക്ഷെ പുള്ളിയുടെ കുറേ ആൾക്കാർ ഇതിൽ പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതെ, കവിയൂർ കേസിൽ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ ഇടപെടലും രാഷ്ട്രീയക്കാരായിരുന്നു, പണം വാങ്ങിയിട്ടുള്ള സെറ്റിൽമെന്റ്. അങ്ങനെ ഒരു സംഭവം ഇതില് അദ്ദേഹം എവിടുന്ന് പണം കിട്ടുന്നോ അവിടെ വീണ് സെറ്റിൽമെന്റ് ചെയ്യുന്ന ഒരാളാണ് നന്ദകുമാരൻ നായർ. അതിന്റെ കീഴിലുള്ള അനന്തകൃഷ്ണൻ അങ്ങനെ ആളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ താങ്കൾ പറഞ്ഞു വരുമ്പോൾ പിന്നീട് കവിയൂർ കേസിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഈ നന്ദകുമാരൻ നായർ എഴുതി വെച്ച് അത് തന്നെയാണ് എഴുതി കൊടുത്തത്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുമ്പോൾ അതേ സ്വഭാവക്കാരനാണ്, അല്ലെങ്കിൽ അതിൽ പെട്ട ആളാണ് അനന്തകൃഷ്ണനും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം താങ്കളെ ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റ് നടത്തിയിട്ട്, നുണപരിശോധന നടത്തിയിട്ട് കൃത്യമായി അതിൽ താങ്കൾ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. 2 പ്രാവശ്യം നടത്തിയെന്നാ പറഞ്ഞത്. ശരി തന്നെയല്ലേ? 2 പ്രാവശ്യം നടത്തി. എങ്ങനെയാണ് 2 പ്രാവശ്യം നടത്തിയത്? 2 പ്രാവശ്യം ഇപ്പം ഇതിന് നുണപരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ നമ്മളൊരു ബെഡിൽ കിടക്കുക. കിടത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ മറ്റേ ECG ഒക്കെ എടുക്കുന്ന മാതിരിയുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ കിടക്കാൻ പറയും. നേരെ കിടന്നു കഴിഞ്ഞിട്ട് ഒരു ചോദ്യം അവർ 8-9 പ്രാവശ്യം 10 പ്രാവശ്യം കണ്ട് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കണത് സെയിം തന്നെ. ഇപ്പം നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുക. അത് ചോദിച്ചു, എൻ്റെ പേര് സോബി ജോർജ്. അത് കഴിഞ്ഞിട്ട് 10 സെക്കൻഡ് ഗ്യാപ്പ്, പിന്നെ അടുത്ത ചോദ്യം. അതങ്ങനെ 10 പ്രാവശ്യം 8 പ്രാവശ്യം കൊണ്ട് ചോദിക്കും. ഈ ഗ്യാപ്പ് ഇട്ടിട്ട് ലാസ്റ്റ് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ കൈയൊന്നും അനങ്ങിയെങ്കിൽ ഇത് മുഴുവൻ മനസ്സിലായിപ്പോൾ. അപ്പോൾ നമ്മൾ എത്ര സമയം എടുത്ത് അങ്ങനെ 20-21 ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ല എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അത് എഴുതി കൊടുത്ത് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു, അതും ചെന്നു. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണോ ഇനി പറയണതെന്ന് അറിയാനോ വിളിക്കണേന്ന് പറഞ്ഞുകൊണ്ട് കണ്ട് ചോദിച്ചത്. അതും എഴുതി കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നീടാണ് അവർ പത്രക്കാരോട് പറയണു, ഇത് ഞാൻ പറഞ്ഞു നുണയാന്ന് പറയണു, കോർട്ടിൽ കൊടുക്കണു, എൻ്റെ ഒരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് പൾസ് റീഡായില്ല, ഇതെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൽ കൃത്യമായിട്ട് കോടതിയിൽ അവർ കൊടുത്തിരിക്കുന്നത് തിരിച്ചിട്ടാണ്. താങ്കളോട് പറഞ്ഞിട്ടുള്ളത് വേറെയാണ്. ഇത് CBIന്റെ സ്ഥിരം തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്. അതൊന്ന് ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഈ അവരുടെ ഭാര്യ എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ പെരുമാറുന്നത്? താങ്കൾക്ക് ഇതിനകം പഠിച്ചിട്ടുണ്ടായിരിക്കല്ലോ. താങ്കൾ ഇത്രയും അധികം ഷാർപ്പായിട്ട് താങ്കളെ ഫിനിഷ് ചെയ്യുന്ന രൂപത്തിൽ താങ്കൾ വെറും കള്ളം പറയാൻ വേണ്ടി വന്ന ഒരാളാണ്, ഇതിൽ യാതൊരു സത്യവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയും കടുപ്പിച്ചൊന്നും അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു പോയി, സംഭവം ഉണ്ടായില്ല. പക്ഷെ മനസ്സിലാവണവർക്ക് മനസ്സിലാവും. അല്ല, കടുപ്പിച്ച് പറഞ്ഞു. അതായത് കലാഭവൻ ശോഭി പറഞ്ഞു കള്ളമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല, അവർ അങ്ങനെ സംഭവം കള്ളമാണല്ലോ. അല്ല, സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് താങ്കൾ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അങ്ങനെ ബാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അവർ വെറുതെ വന്നിട്ട് 6 വർഷം വന്നിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലും പുലമ്പി പോയി എന്ന് വെച്ചിട്ടുണ്ടെന്നും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നോട്ടേക്ക് പോകില്ല. അല്ല, അവരവിടെ വന്നിരുന്ന് പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പോയി. അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയില്ല? ഇപ്പോഴും ഞാൻ ചോദിക്കുക, എന്നെ അവരിങ്ങനെ അപ്പുറം ഇപ്പുറം ഇരുത്തിയിട്ട് ഒരു പത്രസമ്മേളനം നടത്താൻ പറ്റുമോ? ഒരു പ്രസ് മീറ്റ് നടത്താൻ പറ്റുമോ? ചോദിക്കുക. അല്ല, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർ മറുപടി പറയണം. അല്ല, ആവട്ടെ, താങ്കൾ എന്തുകൊണ്ടാണ് ലക്ഷ്മി ഇങ്ങനെ പെരുമാറുന്ന കാരണം? അത് അതിന്റെ പിന്നിലെ രഹസ്യം. അല്ല, ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ഒന്നല്ലെങ്കിൽ അവർക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ഇൻവോൾവ് ഉണ്ടാവും, ഈ കേസുകളൊക്കെ ആയിട്ട് എന്തെങ്കിലും അവരുടെ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഈ ആക്സിഡൻറ്റിലെ കാര്യത്തിലല്ല, പറഞ്ഞ് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതല്ലെങ്കിൽ അവരാരെങ്കിലും പേടിക്കുന്നുണ്ടാവും. അവരാരെങ്കിലും പേടിക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ ആരാണ്? നമ്മുടെ ജോയി തമ്മലം, ഇവരെ വലിയ സുഹൃത്താണ് ജോയി തമ്മലം, തിരുവനന്തപുരത്ത് പുള്ളി. അതാണ് ബാലുവിന്റെ ബാല്യകാല സുഹൃത്ത് എന്ന് പറഞ്ഞ അയാളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും വന്നു. പുള്ളിയാണ് ഇവരുടെ കല്യാണം നടത്തിക്കൊടുക്കുന്ന സാക്ഷി എന്നൊക്കെ പുള്ളിക്കാരനാണ്. പാലക്കാട് കോളേജിൽ പഠിക്കുന്നത്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പൊ പുള്ളി ഇന്നൊരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബാലു മരിച്ചതിന് ശേഷം ഇവരെ കാണാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ വീടിന്റെ 4 സൈഡും പുതിയ ക്യാമറ വലുത് പിടിപ്പിച്ചേക്കണം. അതിൻ്റെ ഫുട്ടേജ് കാണാനുള്ള സാധനം ഇരിക്കണം പ്രകാശ് തമ്പിയുടെ കയ്യിൽ. വലിയൊരു താഴിട്ട് ഗേറ്റ് പൂട്ടി വെച്ചേക്കണം. നമ്മളവിടെ ചെന്ന് ബെല്ലടിച്ച് കഴിഞ്ഞാൽ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്ന് ഡോറ് തുറന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞു. ഇത്രയും സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കില്ല അങ്ങനെ വന്നിരിക്കണേ. ഇന്നലെ സാറിന് ഇത്രയും വലിയ വർഷമായിട്ട് പത്രപ്രവർത്തനം നടത്തുന്നില്ല. സാറിന് എന്താ തോന്നി ഇന്നലെ കണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫീലിംഗ് അല്ലേ ഉണ്ടായ? അവതാരകൻ വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. അത് കാണുന്ന ജനത്തിനുണ്ടാവില്ല ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മറ്റുള്ള ചാനലുകാരൊക്കെ ബ്ലോക്ക് ചെയ്തു. അതോടുകൂടി ആ കഥ അവസാനിക്കുന്ന അവരോർത്തെ. പക്ഷേ ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഞാൻ പോണ സമയത്ത് പറഞ്ഞു, അവരുടെ കാര്യത്തിന് തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് ചാനലിൽ വന്നത്. അപ്പൊ അന്നേരം ഞാൻ പോകാൻ നേരത്തെ പറഞ്ഞു, വൈകുന്നേരത്തെ അവരുടെ ന്യൂസ് അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ വരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഓൺലൈനിലൊക്കെ വാർത്തകൾ കാണുന്നില്ലേ നമ്മൾ. ഇതിൽ ഡ്രൈവർ അർജുനാണ് ഓടിച്ചതെന്ന് അവർ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അർജുൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ബാലഭാസ്കറാണ്. ഇവർ പറയേണ്ട അർജുൻ്റെ അത് റിപ്പീറ്റ് ചെയ്ത് ഇവർ പറയുന്നുണ്ട്. അതേ റിപ്പീറ്റ് ചെയ്ത് തന്നെ അർജുനും പറയുന്നത് ബാലഭാസ്കറാണ്. താങ്കൾ ആരെയാണ് കണ്ടത്? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന വണ്ടിയിൽ തടിച്ചിട്ട് വണ്ണമുള്ള ഒരാളാണ് ഇറങ്ങി വന്നത്. പക്ഷേ ഈ വണ്ടി അപകടം നടന്ന സ്ഥലത്ത് പരിസരവാസികളുടെ മൊഴിയുണ്ട്, ബാലുചേട്ടനും അല്ല ഈ അർജുനെ പോലെ ചെറിയൊരാളല്ല വണ്ടി ഓടിച്ച്, തടിച്ചിട്ട് നല്ല ഉയരമുള്ള ഒരാളെ വണ്ടി ഓടിച്ച അവരാണ് ഞങ്ങൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് എടുക്കുന്നത്. സാക്ഷിമൊഴിയുണ്ട് അവിടെ നിന്ന്. ഇതില് ആ വണ്ടിയില് മുന്നില് ഭാര്യ അവരും അതേപോലെ മകളും ആയിരുന്നു ഇരുന്നത്, പിന്നിലായിരുന്നു ബാലഭാസ്കർ എന്ന് അവര് പറയുന്നത്. റൈറ്റ് സൈഡിൽ അർജുൻ ഇരുന്നു ഡ്രൈവ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവര് മുന്നിലിരുന്നിട്ട് ബാലഭാസ്കറെ പിന്നിലിരുത്തിയത്? അല്ല, അവര് സ്ഥിരം യാത്ര എങ്ങനെയാണെന്നാ പറഞ്ഞത്. പുള്ളിക്കാരത്തിക്ക് എന്തോ യാത്ര ചെയ്യുമ്പോൾ ട്രാവലിൽ എന്തോ ഒരു സിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരത്തി അതൊരു സത്യമായിട്ടുള്ള കാര്യമായിരിക്കാം. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലല്ലോ. പക്ഷെ അതിൻ്റെ അകത്ത് വേറൊരു കാര്യം കോടതി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സാറ് പറഞ്ഞില്ല, അവര് പറഞ്ഞ എല്ലാം ശരിയെന്ന് സ്ഥാപിക്കാൻ നോക്കിയെന്ന. ഇവര് പറഞ്ഞ ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് കോടതി 2ാമത് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇപ്പം ബഹുമാനപ്പെട്ട കോടതി ഇവർ ഈ പറഞ്ഞ കഥകളൊക്കെ തന്നെയാണ് ഇവരുടെ മൊഴിയായിട്ട് അവരെപ്പോഴും പറഞ്ഞത്. ഇതെല്ലാം റെക്കാർഡിക്കല എന്ന് പറയുന്നുണ്ട്. ആ റെക്കാർഡിക്കൽ എന്ന് പറഞ്ഞ കാര്യത്തിൽ ഇന്നലെ മാറ്റി പറഞ്ഞിട്ടുണ്ട് പറയും. ഈ റെക്കാർഡിക്കലായിട്ടുള്ള സാധനം കോടതി ചെന്നപ്പോഴാണ് കോടതി പറഞ്ഞ ഇത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ സി ബി ഐക്കാർ കൊടുത്തേക്കുന്ന മൊഴി 80 കിലോമീറ്റർ 85 കിലോമീറ്റർ സ്പീഡാണ് ഈ വണ്ടിക്ക് പറഞ്ഞത്. 85 കിലോമീറ്ററുള്ള സ്പീഡുള്ള വണ്ടി. ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ഇട്ടു, ലക്ഷ്മിക്ക് നിസ്സാര പരിക്ക്. സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഇപ്പറേ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന അർജുന് കൂടുതൽ പരിക്കില്ല, കൂടുതൽ പരിക്ക് ഭീമമായ പരിക്കില്ല. ബാക്കി കിടന്ന ഉറങ്ങിയ ബാലഭാസ്കർ കിട്ടിയത്. അതെങ്ങനെ വ്യക്തത വേണമെന്ന് പറഞ്ഞു. അപ്പൊ ലക്ഷ്മി ഈ പറഞ്ഞ ഇപ്പൊ സാറ് പറഞ്ഞാൽ ലക്ഷ്മി എല്ലാത്തിനും കണ്ടിച്ചു എന്ന് പറഞ്ഞ സാധനത്തിന് എന്നെ അല്ല കണ്ടിച്ച്, ലക്ഷ്മി കോടതിനെ കണ്ടിച്ചേക്കണേ. കോടതി അതല്ല സത്യം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് പുതിയ അന്വേഷണം വന്നത്.
ഈ ഇതിനകത്ത് പ്രകാശൻ തമ്പിയുമായിട്ട് താങ്കൾ സംസാരിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഈ പ്രകാശൻ തമ്പിയാണല്ലോ അദ്ദേഹം ഇവരെ മാനേജർ ആയിട്ടുള്ള ആൾ. അദ്ദേഹത്തെയാണല്ലോ പിന്നീട് സ്വർണ്ണക്കള്ളക്കടത്തിൽ പിടിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത്. എന്താണ് പ്രകാശൻ തമ്പിയായിട്ടുള്ള താങ്കളുടെ അനുഭവങ്ങൾ? അല്ല, ഞാനിത് അപകടം നടന്ന് പുള്ളി മരിച്ച അന്ന് 2ാം തീയതി മരിച്ച ബാലുവിൻ്റെ അച്ഛൻ ചാനലിൽ ഇങ്ങനെ പറയണ കേട്ടപ്പോൾ ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് കർത്തൻ സാറിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കർത്തൻ സാറ് പറഞ്ഞു ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ 2ാമത് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആരോടെങ്കിലും ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം ഇവരുടെ നമ്പറൊന്നുമില്ല എനിക്ക്. അപ്പം മധുബാലകൃഷ്ണൻ ഇവരുടെ സ്വന്തക്കാരനാണെന്ന് എനിക്കറിയാം, സിംഗർ. അപ്പം മധുവിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു. മധു എൻ്റെ ഒരു ഫ്രണ്ടാണ്. അതിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്, അപ്പോൾ ബാലുവിൻ്റെ ആരെങ്കിലും നമ്പർ തരാൻ ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാലുചേട്ടൻ വീടുമായിട്ട് യോജിപ്പില്ലല്ല, അപ്പോൾ ഞാൻ മാനേജറുടെ നമ്പർ തരാം, അപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാൻ പറഞ്ഞു. അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ പുള്ളി ഫോൺ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞത് ചേട്ടാ അങ്ങനെ ഒരു സംഭവം ഒന്നും അതിൽ ദുരൂഹതയൊന്നുമില്ല, ഞങ്ങളൊക്കെ അന്വേഷിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരാൾ ഓടിപ്പോണാണ്ട് ഇതും പറഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, അതെല്ലാം അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരിയെന്നും പറഞ്ഞു വെച്ചിട്ട് മധുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മധു പുള്ളിയോട് സംസാരിച്ചതിൽ നമുക്ക് അത്ര തൃപ്തി വന്നിട്ടില്ല അങ്ങോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഭയങ്കര തിരക്കുള്ള ആളാണ്, അപ്പോൾ അത് കുഴപ്പമില്ല അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ വെച്ചപ്പോൾ തന്നെ ഇതൊക്കെ ഞാനും അതുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡും അത് ക്രൈംബ്രാഞ്ചിനും CBIക്കും കൊടുത്തിട്ട് ഈ ആൾ വിളിച്ചു, പ്രകാശം വിളിച്ചു. ചേട്ടാ നാളെ ആറ്റിങ്ങൽ CID അടുത്ത് വന്ന് മൊഴി കൊടുക്കേണ്ട വരും കേട്ടോ, അതായത് പോലീസിൽ വരാൻ എനിക്കത് പേടിയുള്ള മാതിരി പുള്ളി പറയാം. ഞാൻ പറഞ്ഞു എപ്പോഴും നാളെ എപ്പോഴാണ് വരണമെന്ന് ചോദിച്ചു. നാളെ അല്ല അത് അവർ വിളിക്കുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് വെക്കണതിന് മുമ്പ് എന്നോട് പറഞ്ഞു ചേട്ടാ ഇനി കേസുമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കും, എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്തേരെ, ചേട്ടൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്യേണ്ടെന്ന് വെക്കാൻ നേരത്ത് പുള്ളി ചോദിച്ചു ചേട്ടാ വെക്കല്ലേ ചേട്ടൻ ഇത് ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ആരോടും പറയണ്ട കേട്ടോ, ഞങ്ങളതൊന്ന് അന്വേഷിക്കട്ടെ എന്ന് വെച്ചു. നമ്മൾ അവിടെ ചാപ്റ്റർ തീർന്നു. പിന്നീട് ഒരു 4 മാസം 5 മാസം കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർ സ്വർണ്ണക്കടത്ത് കേസ് പിടിച്ചപ്പോഴാണ് ഈ ഉണ്ണിച്ചേട്ടൻ പിന്നെയും ഈ ചാനലിൽ വന്ന് ഈ കാര്യം പറയണത്, ഇവരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ മനോരമയുടെ ഓഫീസിൽ വിളിച്ചിട്ട് ഈ ഉണ്ണിച്ചേട്ടൻ്റെ നമ്പർ മേടിച്ചിട്ട് ഞാൻ ഉണ്ണിച്ചേട്ടനെ വിളിച്ചു പറഞ്ഞു. ഉണ്ണിച്ചേട്ടനാണ് എൻ്റെ കാര്യം മാധ്യമങ്ങളോട് പറയണത്. അതങ്ങനെയാണ് ഈ വാർത്ത ഇവിടം വരെ എത്തിയത്. താങ്കൾ അതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് കൊടകരയിൽ വെച്ചിട്ട് ഈ സ്വർണം അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ബാലഭാസ്കറിന്റെ വണ്ടിയിൽ കയറ്റി എന്ന് പറയുന്നൊരു കാര്യം കൂടി പറഞ്ഞു. എന്താണ് അതിന്റെ സത്യം? അത് ഈ ഇപ്പോൾ 2ാമത്തെ പതിപ്പ് വന്നതിന് മുമ്പ് ഒരു 1.5 വർഷം മുമ്പ് 2 വർഷമൊക്കെ ആയി കാണും. ഞാൻ തൃശ്ശൂർക്കുള്ള യാത്രയിൽ ഫോൺ വന്നപ്പോൾ കൊടകര സൈഡിലേക്ക് ഒതുക്കി സംസാരിച്ചുകൊണ്ട് ഒരാൾ വന്ന് ഗ്ലാസ്സിൽ മുട്ടിയിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അയാൾ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു. കയറി സംസാരിച്ചപ്പോൾ പുള്ളി കയറി ഇരിക്കുമ്പോൾ തന്നെ പറയാം 2018 സെപ്റ്റംബർ 24-ാം തീയതി വൈകിട്ട് 10:30ക്കും 11:00 ബാലിച്ചേട്ടൻ്റെ കാറിൽ കൊടകര ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് സ്വർണം കയറി. ഞാൻ ചോദിച്ചു സ്വർണം കയറിയോ, ഇതാരെ കണ്ടേ? ഞാൻ കണ്ടു. താനെന്താ എങ്ങനെ കണ്ടേ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അപ്പോൾ ബാലു വണ്ടിയിലുണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ബാലു ചേട്ടൻ വണ്ടിയിലുണ്ടായിരുന്നു, കയറ്റാൻ സമ്മതിച്ചില്ല എന്നാണ് പറയണത്. അപ്പോൾ പുള്ളി നീങ്ങി വന്നിട്ട് പറയാം അവളാ കാരണക്കാരുന്നു. ഞാൻ ചോദിച്ചാൽ അവൾ അതാരാന്ന് വെച്ചാൽ ബാലുവിൻ്റെ ഭാര്യ. അപ്പോൾ അത് എതിർത്തില്ലെന്ന് വെച്ചപ്പോൾ അവര് ലക്ഷ്മി ഷൗട്ട് ചെയ്തിട്ട് ഇയാളോട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞതാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു അത് ചേട്ടാ വണ്ടി ഓടിച്ച ആളെ ഓർക്കണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അതെന്നിട്ട് ഈ മൊഴി ഇതേമാതിരി തന്നെ ഞാൻ CBIക്കാരോട് CBIയുടെ 2ാം പതിപ്പ് വന്നപ്പോൾ പറഞ്ഞ ആളുടെ പേര് ഉൾപ്പെടെ പറഞ്ഞു. അവരതിന് എന്താണ് റിസൾട്ട് എന്നുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഒന്നല്ലെങ്കിൽ അയാളോട് ചോദിച്ചു, അയാൾ സമ്മതിച്ചില്ലെങ്കിൽ എന്നെ അയാളെ കൂടി ഇരുത്തി ചോദിക്കണ്ടേ, ഇങ്ങനെ ഒരു സംഭവം സോഫി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ മാറ്റി പറഞ്ഞെന്ന് ചോദിക്കണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു. അതും എന്നെ വിളിച്ച് ചോദിച്ചു ഇരുത്തണ്ടേ, ഇങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ബാലഭാസ്കർ കേസ് നമ്മൾ എവിടെ ചോദിച്ചാൽ തൊട്ടാലും സർവത്ര ദുരൂഹത. അതിപ്പോൾ ലക്ഷ്മി വന്ന് എന്തെങ്കിലും പറഞ്ഞു വെച്ചോണ്ടാൽ അത് ഇല്ലാണ്ടാവും.